ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പീനാർ ക്രിയേഷൻസ്. മുന്നിലുള്ള ചട്ടിയിലെ മീനിലേക്ക് മേഘ സങ്കടത്തോടെ നോക്കി. ഇനിയും പകുതിയോളം മീൻ നന്നാക്കാനായി കിടപ്പുണ്ട്. ഇതിവിടെ ഇട്ടിട്ട് പോയാൽ പിന്നെ കറിവെപ്പൊക്കെ ഒരു നേരമാവും. അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്കം കിട്ടും. ഒരു ഭാഗത്തെ ചട്ടിയിലെ മീനും മറുഭാഗത്തെ ജീവനും മേഘയുടെ മുമ്പിൽ ഒരു തുലാസിൽ എന്ന പോലെ ആടി. അവസാനം ജീവനാണ് മീനിനേക്കാൾ വലുതെന്ന തിരിച്ചറിവിൽ മേഘ മീനുമായി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. മുറിച്ചതും മുറിക്കാത്തതുമൊക്കെ അവൾ വേറെ വേറെ പാത്രങ്ങളിലായി പകർത്തി വെച്ചു. വേഷമൊക്കെ ആകെ അലങ്കോലമായി ഇരിക്കുകയാണ്. ആദ്യം ഇട്ടിരുന്ന് നല്ലൊരു ചുരിദാറായിരുന്നു. മീൻ മുറിക്കാനിരുന്നപ്പോൾ അത് മാറ്റി പഴയതൊന്നും എടുത്തിട്ടതാണ്. ഇനിയിപ്പോൾ ഈ കോലത്തിൽ എങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലും? ഹാളിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെയും ജീവേട്ടൻ്റെയും സംസാരം കേൾക്കുന്നുണ്ട്. മുറിയിലേക്ക് പോകണമെങ്കിൽ അവരുടെ മുന്നിലൂടെ പോകേണ്ടി വരും. ശോ, ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് നഖവും കടിച്ചുകൊണ്ട് മേഘ ഒറ്റയ്ക്ക് പിറുവിറുത്തു. മീൻ മുറിച്ച് കഴിഞ്ഞോടി. അപ്പോഴാണ് അമ്മ അടുക്കളയിലേക്ക് വന്ന് മുഖം ഒരു കൊട്ടകണക്കെ വീർത്തിരിക്കുന്നുണ്ട്. ഇനി അപ്പച്ചെങ്ങാനും ജീവന്റെ കൂടെ വന്നിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ ശബ്ദം കേൾക്കണല്ലോ. അത് അവിടെ ആരും സംസാരിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ പകുതി മുറിച്ച് ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോന്നു. കൈയൊന്ന് കഴുകി ഒരു ചായ ഇങ്ങോട്ട് എടുക്ക്. ഗൾഫുകാരൻ നമ്മുടെ വീട്ടിലെ ചായ വേണ്ടെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ നമ്മുടെ മര്യാദ കാണിക്കണല്ലോ. ഓ, അപ്പൊ അതാണ് കാര്യം. ജീവേട്ടൻ ചായ വേണ്ടെന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടാവും. ഈ അമ്മയുടെ ഒരു കാര്യം അപ്പോഴേക്കും പിണങ്ങിയിരിക്കുന്നു. അതിപ്പോൾ എല്ലാവരും പറയുന്നല്ലേ, കൊണ്ടുകൊടുത്താൽ കുടിച്ചോളും. മേഘ വൃത്തിയായി കൈ കഴുകി ജീവനൊരു ചായ എടുത്തു അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കാന്ന് വെച്ചപ്പോൾ അമ്മ നേരത്തെ തന്നെ ഹാളിലേക്ക് പോയിരുന്നു. ചായയും കൊണ്ട് ജീവന്റെ മുമ്പിലേക്ക് പോവാൻ അവൾക്ക് വല്ലാത്ത നാണം തോന്നി. കുറെ നാളായില്ലേ കണ്ടിട്ട്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് ജീവേട്ടനും അങ്ങനെ തന്നെയായിരിക്കും. പാറിപ്പറന്നു നിൽക്കുന്ന മുടിയൊക്കെ ഒന്ന് മാടി ഒതുക്കി കുറച്ച് പരിഭ്രമത്തോടെ ചായയുമായി അവൾ ഹാളിലേക്ക് നടന്നു. ചായ പതിയാണ് പറഞ്ഞെങ്കിലും മൂന്നുപേര് ഒരുപോലെ മേഘയെ നോക്കി. എന്നാൽ മേഘയുടെ കണ്ണുകൾ ജീവന്റെ മേൽ മാത്രമായിരുന്നു. 2 വർഷം മുമ്പ് താൻ കണ്ട ആളെയല്ല ഇപ്പോൾ മുന്നിലിരിക്കുന്നതെന്ന് മേഘയ്ക്ക് തോന്നി. രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആകെ ഒരു മാറ്റം. നല്ല നിറവും തടിയൊക്കെ വെച്ചിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് ഭംഗിയായിട്ടുണ്ട്. ജീൻസും ടീഷർട്ടുമാണ് വേഷം. സാധാരണ ഇങ്ങനെയുള്ള വേഷത്തിലൊന്നും ജീവനെ കണ്ടിട്ടേ ഇല്ല. മേഘ അവനെ കണ്ണിച്ചിമാ നോക്കിന്ന് പോയി. ഇതെന്തോന്ന് കോലാടി, കറുത്ത് വിളിഞ്ഞ് ചുള്ളിക്കും പോലെയല്ലോ. താൻ വലിയ തമാശ പറഞ്ഞ മട്ടിൽ ജീവൻ തന്നെ ഉറക്കെ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. മേഘ അവന്റെ ചോദ്യം കേട്ടപ്പോൾ ആകെ പകച്ചുപോയി. കുറെ നാളുകളെത്തിയൊന്ന് കാണുകയാണ്. ആദ്യ കാഴ്ചയിൽ താൻ ഇങ്ങനെ ഒരു ചോദ്യം എന്നല്ല പ്രതീക്ഷിച്ചത്. അച്ഛനും ആകെ വല്ലാതെയായി. അമ്മക്കും വല്ലാത്ത ഇഷ്ടക്കേട് തോന്നി. ദിവസവും ഈ ഹോട്ടലിലെ ജീവ കഴിക്കുന്നൊക്കെ കണക്കാ. എന്നാലും നീ പറഞ്ഞ പോലെ എൻ്റെ മോൾ അങ്ങനെയൊന്നും കോലം കേട്ടിട്ടില്ല കേട്ടോ. എന്നാൽ ഗീത പറഞ്ഞൊന്നും ജീവൻ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നി. അപ്പോഴേക്കും അവൻ മൊബൈലിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ്റെ അരികിലായി ചായ കൊണ്ടുവച്ച് മേഘ അവിടുന്ന് മാറിയെന്നു. ഇവളിപ്പോഴും ആ കേക്കടി തന്നെയാണ് പോകുന്നത്. കുറെ കാറായില്ല അവിടെ. വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ? അവിടുത്തെ നക്കാവി ചീട്ടിട്ട് എന്താവാനാ? ജീവൻ ചായ കുടിച്ചോട് ചോദിച്ചു. അവള് ജോലിക്ക് പോയിട്ടൊന്നും വേണ്ട ഇവിടെ കഴിയാൻ. പിന്നെ അവൾക്കൊരു നേരം പോക്കായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. സർക്കാർ ജോലി എന്തെങ്കിലും ശരിയാവാണെങ്കിൽ അവൾ അവിടുന്ന് മാറും, സുധാകരൻ പറഞ്ഞു. സർക്കാർ ജോലി അതൊക്കെ ഇനി എന്നായിട്ടാ? ശരിയെന്നാ, ഞാൻ ഇറങ്ങുവാ. എല്ലാവരെയും നോക്കിക്കൊണ്ട് ജീവൻ ചോദിച്ചു. മേഘ അപ്പോഴും അവനെ തന്നെ മിഴിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. രൂപത്തിൽ മാത്രമല്ല, പെരുമാറ്റത്തിലും സ്വഭാവത്തിലൊക്കെ ഈ ജീവൻ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാലും തന്നോടൊന്നും ചോദിക്കുക പോലും ചെയ്തില്ലല്ലോ. എല്ലാവരുമുള്ള കാരണമായിരിക്കും. അവൾ സ്വയം ആശ്വസിച്ചു. ജീവൻ ഇറങ്ങാൻ തുടങ്ങിയാണെന്ന് കണ്ടപ്പോൾ ഗീത സുധാകരൻ നോക്കി കണ്ടുകൊണ്ട് ആംഗ്യം കാണിച്ചു. തന്നെയും ജീവന്റെയും കല്യാണക്കാരും സംസാരിക്കാനാണ് അമ്മ പറയുന്നത് മനസ്സിലാക്കിയ മേഘ പതുക്കെ അവിടുന്ന് വലിഞ്ഞു. ജീവ, നീ ഇറങ്ങാണോ? എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി ഷൂസ് ഇടുന്ന ജീവനോട് സുധാകരൻ പറഞ്ഞു. എന്താ മാമ? എന്തായാലും പറഞ്ഞു. പകൽ മുഴുവൻ ഓട്ടത്തിലായിരുന്നു. ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടേ, അതിന്റെ പേപ്പറിന്റെ കാര്യങ്ങൾക്കൊക്കെ. ഇപ്പോഴാ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇനി വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. മാമൻ പറഞ്ഞോ? തനിക്ക് കൂടുതൽ കഥ കേൾക്കാൻ നേരമില്ലെന്ന് ജീവൻ സുധാകരനോട് പറയാതെ പറയുകയായിരുന്നു. സുധാകരൻ അത് കേട്ട് അരിശം തോന്നി. പറയാൻ വന്ന കാര്യം പറയേണ്ടെന്ന് വിചാരിച്ചെങ്കിലും അകത്ത് കയറിയാലുള്ള ഗീതയുടെ പ്രതികരണം ഓർത്ത് അയാൾ ജീവന്റെ അടുത്തേക്ക് ചെന്നു. നിനക്ക് എത്ര നാളത്തെ ലീവ് ഉണ്ടടാ? അതെന്താ മാമ അങ്ങനെ ഒരു ചോദ്യം? ഏയ്, ഞാൻ വെറുതെ ചോദിച്ചാ. പിന്നെ മോനെ, മേഘയുടെയും മോന്റെയും കല്യാണക്കാരും നമ്മൾ പണ്ടേ തീരുമാനിച്ചുറപ്പിച്ചതാണല്ലോ. ഇനി നീ പോയാൽ കുറെ നാളെത്തിയായിരിക്കും തിരിച്ചു വരിക. അതുകൊണ്ട് ഈ ലീവ് തന്നെ കല്യാണം നടത്തിയാലെന്നൊരു ആലോചനയുണ്ടേ. ജീവന്റെ മുഖം അത് കേട്ടപ്പോൾ ആകെ മങ്ങി. അവന്റെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ എവിടെയോ പോയി മറഞ്ഞ പോലെ സുധാകരന് തോന്നി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം മാമ? ഇതൊക്കെ അമ്മയോട് പോയി പറയുന്നതായിരിക്കും നല്ലത്. ശരിയെന്നാ. അവനിൽ താല്പര്യമില്ലായ്മ പ്രകടമായിരുന്നു. തിരിഞ്ഞു നോക്കാതെ അവിടുന്ന് ധൃതിയിൽ നടന്നു പോകുന്ന ജീവനെ സുധാകരൻ ആദിയോടെ നോക്കി നിന്നു. അവനെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? അവന്റെ അമ്മയുടെ സ്വഭാവത്തിന് ശരിക്കും അറിയാവുന്നല്ലേ? ഇതും പറഞ്ഞ് ഗീതയുടെ അടുത്തുനിന്ന് വായി തോന്നിക്ക് വിളിച്ചു പറയും, ഉറപ്പാ. നിങ്ങൾ അവിടെ എന്തെടുക്കുക? ഇങ്ങോട്ട് വന്നേ. ജീവൻ അവന്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന ഗീത കണ്ടിരുന്നു.
എന്നിട്ടും സുധാകരൻ ഇരുട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടപ്പോൾ ഗീത ഉറക്കെ വിളിച്ചതാണ്. അവളോട് കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. സുധാകരൻ വീട്ടിലേക്ക് നടന്നു. ഇടയിൽ കൈയും കുത്തി ഗീത വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ട്. പറഞ്ഞു അവനോട്? അവൻ എന്തു പറഞ്ഞു? ആകാംക്ഷയോടെയുള്ള ചോദ്യം. സുധാകരൻ എന്തുകൊണ്ടോ നടന്ന കാര്യം പറയാൻ തോന്നിയില്ല. അത് പിന്നെ കല്യാണമൊക്കെ ആകുമ്പോ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ഈ ജാതകമൊക്കെ ഒത്തുനോക്കണ്ടേ, അതൊക്കെ നോക്കിയിട്ട് ശരിയാക്കാന്ന് പറഞ്ഞു. ഗീതയുടെ മുഖത്ത് നോക്കി നുണ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ജഗ്ഗിൽ നിന്ന് വെള്ളം ആവശ്യമില്ലാതിരുന്ന സുധാകരൻ വെറുതെ കുടിച്ചുകൊണ്ടിരുന്നു. ഇതിപ്പോ ഇത്ര നാളില്ലാത്ത ജാതകം ഇപ്പൊ എവിടുന്ന് പൊന്തി വന്നു? അവന്റെ അമ്മ പണ്ടേ മേഘമോൾ എന്റെ മോന്റെ പെണ്ണാണെന്ന് പറഞ്ഞ് നടക്കുമ്പോ ഈ ജാതകമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പുതിയ ജാതക കഥ കേട്ടപ്പോൾ ഗീതയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ദൈവവിശ്വാസം ഉണ്ടെങ്കിലും അവർക്ക് ജാതകത്തിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ, ഇനി അതിന്റെ പേരിലൊരു സംസാരം വേണ്ട. ജാതകം എങ്കിൽ ജാതകം, ഇനി അതായിട്ടൊരു കുറവ് വരുത്തണ്ട. ഞാനൊന്ന് കിടക്കട്ടെ, ഊണാവുമ്പോ ഒന്ന് വിളിക്ക്. സുധാകരൻ എങ്ങും തൊടാ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു. അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ സംസാരം മേഘ അടുക്കളയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്കും മൊത്തത്തിൽ ആകെ ഒരു പുകമയം പോലെ തോന്നി. ജീവേട്ടന് എന്താണ് ഇങ്ങനെ? എന്നാലും മനുഷ്യന്മാരിങ്ങനെയൊക്കെ മാറും. ഇതിപ്പോ കാണുമ്പോൾ ഒരു അടുപ്പം ഇല്ലാത്ത പോലെ, ഏതോ അപരിചിതരുമായി സംസാരിക്കുന്ന പോലെ. മുഖത്തെപ്പോഴൊരു ദുഃഖം നിറഞ്ഞ പുഞ്ചിരിയും നിറമങ്ങിയൊരു ഷർട്ടും ഉണ്ടും എണ്ണ തേച്ച് ഒതുക്കി വെച്ച മുടിയുമായി തന്റെ മുന്നിൽ വന്നിരിക്കുന്ന ജീവന്റെ പഴയ മുഖം അവൾ ഓർത്തു. ആ ജീവനിൽ നിന്ന് ഒരുപാട് രൂപത്തിൽ മാറ്റം വന്ന പോലെ. രൂപത്തിൽ മാത്രമല്ല, സ്വഭാവത്തിലും. ഇനി തനിച്ച് കാണാനോ സംസാരിക്കാനോ ഒരു അവസരം കിട്ടുമോ? ഇപ്പൊ എന്തിൻ്റെയൊക്കെ പിന്നാലെയാണെന്നല്ലേ പറഞ്ഞ്. അതിൻ്റെയൊക്കെ ടെൻഷൻ ഉണ്ടാവും. കല്യാണമൊക്കെ കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. മേഘ, അവനോട് നിന്റെ അച്ഛൻ കല്യാണക്കാരെ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. മുറിച്ചു വെച്ച മീനൊക്കെ എടുത്ത് കറി വെക്കാനുള്ള തയ്യാറെടുപ്പോടെ അമ്മ പറഞ്ഞു. നേരത്തെ എല്ലാം കേട്ടിട്ടും ഒന്നും അറിയാത്ത പോലെ അവൾ മൂളി. ഇപ്പൊ ജാതകവും പൊക്കി വരുന്നുണ്ട്. വരട്ടെ, നാളെ നേരം വിളിക്കട്ടെ. അവർക്ക് നേരില്ലെങ്കിൽ ഞാൻ തന്നെ നിന്റെ അവന്റെയും ജാതകം കൊണ്ട് കണിയാൻ്റെ അടുത്ത് പോയി ഒത്തു നോക്കാം. ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല. മേഘ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഗീത അവളെ നോക്കിയപ്പോൾ അവൾ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. ജീവനെ കുറിച്ച് തന്നെ ആയിരിക്കും. രണ്ടാളും പണ്ട് വലിയ കൂട്ടായിരുന്നല്ലോ. ഇപ്പോഴാണെങ്കിൽ അവൻ വലിയ അടുപ്പൊന്നും അവളോട് കാണിച്ചതുമില്ല. എടി, കഴിഞ്ഞെങ്കിൽ അത് എടുത്തു വെച്ച് പോയിക്കോ, ബാക്കിയുള്ള അമ്മ നോയിക്കോളാം. മേഘയെ അവർ പറഞ്ഞയച്ചു. നാളെ ഏതായാലും ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്ന് ഗീത അപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു. രാത്രി പുറത്ത് ഭക്ഷണം കഴിക്കാൻ വന്നായിരുന്നു സിദ്ധാർത്ഥ്. വരാൻ തീരെ താല്പര്യമില്ലായിരുന്നെങ്കിലും റൂംമേറ്റ്സും കൊളീഗ്സുമായ ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോൾ അവന് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥർക്ക് 3 പേരാണ് കമ്പനി വക ഫ്ലാറ്റിൽ താമസിക്കുന്നത്. സാധാരണ അവർ ഫുഡൊക്കെ ഒരുമിച്ചുണ്ടാക്കിയാണ് പതിവ്. ഇന്ന് കൂട്ടത്തിൽ ഒരുത്തന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവന്റെ ചെലവാണിന്ന്. വരാതിരിക്കാൻ കുറെ നോക്കിയെങ്കിലും അവർ പിടിച്ചു വലിച്ച് സിദ്ധാർത്ഥിനെ ഒപ്പം കൊണ്ടുവരികയായിരുന്നു. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സിദ്ധാർത്ഥിനാണ് ആദ്യം ചാടി പുറപ്പെടാറ്. പക്ഷെ ഇന്ന് അവനൊരു ഉത്സാഹം തോന്നുന്നുണ്ടായിരുന്നില്ല. ഉത്സവം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് പോന്നിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും വൈദേഹി ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടില്ല. അങ്ങോട്ട് വിളിക്കുമ്പോഴാണെങ്കിൽ കോൾ എടുക്കുന്നുമില്ല. വരുമ്പോഴാണെങ്കിൽ ഒരു നോക്ക് കണ്ടതുമില്ല. അവൾക്കിനി എന്തെങ്കിലും വയ്യായികയാണെന്ന് കരുതി അമ്മയോട് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവിടേക്ക് ഓടി നടക്കുന്നുണ്ടെന്നാണ് അമ്മ പറഞ്ഞ്. പിന്നെ എന്ത് പറ്റിയെന്ന് മാത്രം അറിയില്ല. ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയാലോ എന്നിവരെ ആലോചിച്ചു. അത്രയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഉത്സവത്തിന് 5 ദിവസത്തെ ലീവ് എടുത്തതിനാൽ ഇപ്പൊ പെട്ടെന്ന് ലീവ് വെച്ചാൽ കിട്ടുകയില്ല. ഇനി നാട്ടിലൊന്ന് പോകണമെങ്കിൽ വീക്കെൻഡ് ആവണം. അതും ശനിയാഴ്ച അങ്ങോട്ട് കയറിയാൽ തിങ്കളാഴ്ച ഇങ്ങോട്ട് പോരുകയും വേണം. പോകുന്നതിന്റെ പകുതി സമയം യാത്ര അപഹരിക്കും. എന്നാലും പോകാമെന്ന് വെച്ചാൽ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയുമില്ല. വൈദേഹി, അവൾക്ക് എന്തു പറ്റി? ഇതുവരെയും ഞങ്ങൾക്കിടയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. പരസ്പരം സംസാരിക്കാതിരുന്നൊരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അന്ന് രാത്രിയിലാണ് അവസാനമായി കണ്ടത്. സ്നേഹത്തോടെയാണ് പിരിഞ്ഞതും. വൈദേഹി ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതിനൊരു കാരണം അവൻ നോക്കിയിട്ട് കണ്ടില്ല. എല്ലാവരും ടേബിളിൽ ചുറ്റി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും കലവിലെ സംസാരം. സിദ്ധാർത്ഥ് കഴിക്കുന്നതിനിടയിലും വൈദേഹി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുണ്ടെന്ന് കരുതി സിദ്ധാർത്ഥ് അവരോട് ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മനസ്സ് മുഴുവൻ വൈദേഹിയുടെ അടുത്തായിരുന്നു. ഇവിടെ വന്നിരുന്നതിന് ശേഷം എത്രയോ തവണ അവൾ വിളിച്ചു കഴിഞ്ഞു. എടുത്തിട്ട് അവൾ കാര്യം പറഞ്ഞാൽ എന്താ? സിദ്ധാർത്ഥിന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റ് സിദ്ധാർത്ഥ് ഫ്രണ്ട്സിനോട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് റെസ്റ്റോറന്റ് പുറത്തേക്ക് ഇറങ്ങി. വൈദേഹിയെ തുടരെ വിളിച്ചെങ്കിൽ അവൾ കോൾ എടുത്തേയില്ല. അമ്മയെ വിളിച്ചിട്ട് ഫോണൊന്ന് അവൾക്ക് കൊടുക്കാൻ പറയാമെന്ന് വിചാരിച്ച അവൻ അമ്മയെ വിളിച്ചു. അമ്മയ്ക്ക് പണ്ടേ താല്പര്യമില്ല തങ്ങളുടെ ബന്ധം. അതുകൊണ്ടാണ് അവൻ ആദ്യം അമ്മയെ വിളിക്കുന്ന കാര്യം ഓർക്കാതിരുന്നത്. പക്ഷെ ഇപ്പൊ വേറെ വഴിയില്ല. അമ്മയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോൾ ആദ്യം താല്പര്യമില്ലാത്ത മട്ടിൽ രേണുക എന്തോ പറഞ്ഞെങ്കിലും സിദ്ധാർത്ഥ് കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞപ്പോൾ അവനെ കുറെ ചീത്ത വിളിച്ചുകൊണ്ടാണെങ്കിലും രേണുക വൈദേഹിക്ക് ഫോൺ എടുത്തു. ഹലോ വൈദേഹി. അവന്റെ ജീവനായ ഒരു നിശ്വാസം ഫോണിന്റെ അപ്പുറത്ത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ ആർദ്രമായി വിളിച്ചു. ഹലോ വൈദേഹി. ആ സിദ്ധാർത്ഥ് പറഞ്ഞു. ഏതോ അപരിചിതായ സ്ത്രീ തന്നോട് സംസാരിക്കുന്ന പോലെ സിദ്ധാർത്ഥിന് ആ നിമിഷം തോന്നി. എന്തു പറ്റുമോ വൈദേഹി നിനക്ക്? എനിക്കെന്ത് പറ്റാൻ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നും പറ്റാതെയാണോ ഇത്രയും ദിവസം ഞാൻ വിളിച്ചിരുന്ന എന്റെ കോൾ എടുക്കാതിരുന്നു? അത്രയും നേരം സൗമ്യമായി സംസാരിച്ചിരുന്ന സിദ്ധാർത്ഥിന് അവളുടെ സംസാരം കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ വിളിക്കുമ്പോഴേക്കും നിന്റെ കോൾ എടുക്കുന്നത് ഞാൻ നിനക്ക് എപ്പോഴെങ്കിലും വാക്ക് തന്നിട്ടുണ്ടോ? എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എടുക്കും, സൗകര്യം ഉണ്ടെങ്കിൽ എടുക്കില്ല, അത്ര തന്നെ. ഇപ്പൊ നീ എന്തിനാ വിളിച്ചേ? ഞാൻ ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. രേണുമായി എന്ന് വിളിച്ചപ്പോൾ ഞാൻ ആ പേടിച്ചു പോയി. എന്താ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ഫോൺ തിരികെ കൊടുത്ത് വീട്ടിലേക്ക് പോയായിരുന്നു.
നീ വീട്ടിലേക്ക് പോയിക്കോ, പോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വീട്ടിൽ ചെന്ന് നിന്റെ ഫോണിൽ തന്നെ വിളിക്കുക. എന്തിനു സിദ്ധാർത്ഥ്? അതിനൊന്നും ആവശ്യമില്ല. എന്തെങ്കിലും പറയണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞോ. സിദ്ധാർത്ഥിന് അവൾ ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. 2-3 ദിവസങ്ങൾ കൊണ്ട് ഇവൾക്ക് എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്. വൈദേഹി, നീ സത്യം പറ, നിനക്ക് എന്താ പ്രശ്നം? ഞാൻ അവിടുന്ന് പോകുന്നതിന് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്ക് എന്ത് പറ്റാൻ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പഴയ വൈദേഹി തന്നെയാ. നീ എന്നെ ഓരോന്ന് ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ഞാൻ ഫോൺ ഇട്ടീതോട്ടെ. തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ വൈദേഹി പിന്നെയും ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥി ശരിയെന്ന മട്ടിൽ മൂളി. അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ വൈദേഹി ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. സിദ്ധാർത്ഥിനാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഇതിലും ഭേദം അവളെ വിളിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവുമില്ല. അവളോട് ഇനി ഫോണിലൂടെ സംസാരിച്ചാൽ ഇങ്ങനെ തന്നെയായിരിക്കും മറുപടി. എന്താണ് കാരണമെന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ അതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യാമായിരുന്നു. ഇത് അതും അറിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ സിദ്ധാർത്ഥ് റെസ്റ്റോറന്റ് പുറത്ത് ഇരുട്ടിലേക്ക് മെഴിച്ചു നോക്കി നിന്നു. എന്താ വൈദേഹി, എന്താ പ്രശ്നം? നിങ്ങൾ പിണങ്ങിയോ? സിദ്ധാർത്ഥുമായുള്ള ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചതിന് ശേഷം ഫോൺ തിരികെ കൊടുക്കുന്ന നേരം രേണുക വൈദേഹിയോട് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല അമ്മായി. അവൻ വെറുതെ. പ്രശ്നമൊന്നും ഇല്ലാതെയാണോ അവൻ എന്റെ ഫോണിലേക്ക് വിളിച്ച്? അവൻ പറഞ്ഞല്ലോ അവൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കുന്നില്ല എന്ന്. ആദ്യം മര്യാദക്ക് മറുപടി കൊടുത്തു. പിന്നെയും ചോദിച്ചപ്പോൾ വൈദേഹിക്ക് ദേഷ്യം കയറി. എന്തായാലും അമ്മായിക്ക് എന്താ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നോട് തിരക്കാൻ വരണ്ട. ആവശ്യമില്ലാത്ത കാര്യം എന്റെ മോനും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള കാര്യ. അപ്പൊ ഞാൻ അറിയുന്നതിന് തെറ്റൊന്നുമില്ല. പറയുന്നത് ചീപ്പായ കാര്യമാണെങ്കിലും വൈദേഹിയുടെ സാമർത്ഥ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ രേണുക ഒരു ശ്രമം നടത്തി. അതുകൊള്ളാലോ, അമ്മായിയുടെ മോനും കൂടെ പെട്ട കാര്യമാണെങ്കിൽ മോനോട് പോയി ചോദിക്കും. എന്നോട് ചോദിക്കുന്നതിലും ഭേദം അതല്ലേ? അതാകുമ്പോ കാര്യങ്ങളൊക്കെ ശരിക്കും മോൻ പറഞ്ഞേരും ചെയ്യും. പുച്ഛങ്കലത്തി വൈദേഹി അങ്ങനെ പറഞ്ഞപ്പോൾ രേണുകയുടെ വാടഞ്ഞു പോയി. അല്ലെങ്കിലും വൈദേഹി അങ്ങനെയാണ്, സംസാരിച്ച് ജയിക്കാൻ അവളെ കഴിഞ്ഞ ആളുള്ളൂ. അതുകൊണ്ടാണ് തറവാടിൽ തന്റെ അമ്മായിയമ്മയും ഭർത്താവൊക്കെ ഇപ്പോഴും അവളുടെ വാക്കിന് വില കൊടുക്കുന്നത്. വല്ലാത്ത അധികാരഭാവമാണ് അവൾക്ക്. തന്റെ മകനും അവളും തമ്മിലുള്ള ബന്ധം രേണുകയ്ക്ക് തീരെ ഇഷ്ടമില്ലെങ്കിലും ബാക്കി എല്ലാവർക്കും ഇഷ്ടമായതിനാൽ അവർ മിണ്ടാതെ സഹിച്ചു നിൽക്കുകയാണ്. വൈദേഹിയെ കല്യാണം കഴിച്ചാൽ തന്റെ മകന്റെ ജീവിതം നന്നാവാൻ പോകുന്നില്ലെന്ന് എന്തോ ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ ആദ്യമേ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. സാരിയും വിടർത്തിയിട്ട് മുടിയും അഴിച്ചിട്ട് ഇരുട്ടിലൂടെ വൈദേഹി അവരുടെ വീട്ടിലേക്ക് നടന്നു പോകുന്നു. രേണുക പടിക്കെട്ടിൽ നോക്കി നിന്നു. രണ്ടും തമ്മിൽ കാര്യമായിട്ടെന്തോ നടന്നിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല. തമാശയ്ക്ക് പോലും പിണങ്ങിയിട്ടില്ല രണ്ടാളും. ഇതിപ്പോ എന്തു പറ്റിയോ എന്തോ. എന്തൊക്കെയാലും തന്റെ മകൻ സങ്കടപ്പെടുന്ന അവർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. ഓരോന്നോർത്ത് രേണുക ഒരു ദീർഘനിശ്വാസത്തോടെ അകത്തേക്ക് കയറി വാതിലടച്ചു. രേണുകയോട് നന്നായി വർത്തമാനം പറഞ്ഞു പോന്നെങ്കിലും ഒരു കരച്ചിലോടെയാണ് വൈദേഹി വീണകത്തേക്ക് കയറിയത്. എന്റെ സിദ്ധു, അവനോട് ഞാൻ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ. എനിക്കിതല്ലാതെ വേറെ വഴിയില്ല സിദ്ധു. കരച്ചിലോടെ വൈദേഹി ആളിൽ വെച്ചുള്ള സിദ്ധാർത്ഥിന്റെ അവളുടെയും ഫോട്ടോക്ക് താഴെ ചടഞ്ഞിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം പൂമുഖത്തൊലാത്താനായി ഇറങ്ങിയതായിരുന്നു ഭൈരവൻ. അന്നേരമാണ് ഹാളിൽ ഒരു മൂലയിരുന്ന് വൈദേഹി കരഞ്ഞുകൊണ്ട് ഓരോന്ന് പറയുന്ന അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഭൈരവൻ അവിടെ കരച്ചിൽ കണ്ടപ്പോൾ യാതൊരു അലിവും തോന്നിയില്ല. അയാൾ അവളുടെ അടുത്തേക്ക് ചെന്നു. വൈദേഹി, നീ എന്തിനാ ദിവസത്തിൽ 24 മണിക്കൂർ നേരം ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നത്? നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ? ഇപ്പൊ ഇങ്ങനെ കിടന്ന് കരയാൻ മാത്രം എന്തുണ്ടായി? അച്ഛാ, സിദ്ധു വിളിച്ചിരുന്നു. ഭൈരവൻ അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി. അവനെ ഇനി വിളിക്കരുതെന്നും ഇങ്ങോട്ട് വിളിച്ചാൽ തന്നെ കോൾ എടുത്ത് സംസാരിക്കുന്നതെന്നും അവളോട് പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. ഒറ്റ പുത്രിയുള്ളൂ നേരിട്ട് വല്ലാതെ അങ്ങ് കൊഞ്ചിച്ച് തലകയറ്റിപ്പോയി. ഇവൾക്ക് പറഞ്ഞനുസരിക്കാൻ എത്ര മടി. നീ എന്തിനാ വിളിച്ചപ്പോ ഫോൺ എടുക്കാൻ നിന്ന്? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അവരുമായിട്ടുള്ള ഒരു സമ്പർക്കം ഇനി വേണ്ടെന്ന്. നീ പതിയെ ഒഴിഞ്ഞു മാറി തുടങ്ങുമ്പോ അവൻ വേറെ കൂട്ടു നേടി പോയിക്കോളും. എന്നിട്ട് അവൻ നിന്നോട് എന്തു പറഞ്ഞു? നീ അവനോട് എന്തു പറഞ്ഞു? എല്ലാം വിശദമായി പറ വൈദേഹി. എന്നെ കുറെ വിളിച്ചതിന് ഞാൻ ഫോൺ എടുത്തില്ലായിരുന്നു. ഇതിപ്പോ രേണുകമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് എനിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. വേറെ വഴിയില്ലാതെ ഞാൻ വാങ്ങി. അങ്ങനെ സംസാരിച്ചു പോയതാ. പക്ഷെ എനിക്ക് അവനോട് കുറച്ച് മോശമായി സംസാരിക്കേണ്ടി വന്നു. എന്നോട് വഴക്കിട്ടിട്ടാ അവൻ ഫോൺ കട്ട് ചെയ്ത്. ഭൈരവന്റെ മുഖത്ത് അത് കേട്ടപ്പോൾ ഒരു ചിരി വിടർന്നു. നല്ലത്, വളരെ നല്ലത്. ഇനിയും ഇങ്ങനെ തന്നെ നീ തുടർന്നാ മതി. അപ്പൊ അവൻ അവന്റെ വഴിക്ക് പോയിക്കോളും. കുറച്ചു കഴിയുമ്പോ നമുക്ക് യോജിച്ചൊരു പെൺകുട്ടിയെ നീ തന്നെ അവന് കണ്ടുപിടിച്ചു കൊടുക്കണം. പക്ഷെ അച്ഛാ, അവനെങ്ങനെ വിട്ടുകളെ എന്നെ കൊണ്ട് പറ്റില്ല. അവൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ ബലിയെടുത്ത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും അവൻ്റെ ഭാര്യയാവേണ്ടതാ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് എനിക്ക് അവനെ വെറുപ്പിക്കാൻ കഴിയില്ല. മണ്ടത്തരം പറയാണ്ടിരിക്കും വൈദേഹി. ഈ ബലിപൂജ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരാ? അവനെ പിന്നെ നിന്റെ വരുതിക്ക് കൊണ്ടുവരാനാണോ പാട്? അതൊക്കെ കൃത്യസമയത്ത് നടന്നു പോയിക്കോളും. അതിനായി നീ ഇപ്പോഴേ മഞ്ഞുകൊള്ളാൻ നിൽക്കണ്ട. ശരി അച്ഛാ. വൈദേഹി ആലോചനയോടെ തലയാട്ടി. പിന്നെ അച്ഛാ, അവൻ്റെ വിവാഹം കഴിഞ്ഞാലോടെ ബലിയുടെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനാക്കണം. എൻ്റെ മുമ്പിൽ വേറെ പെണ്ണിട്ട് അവൻ ജീവിക്കുന്ന കാണാനുള്ള കരുത്തൊന്നും ഈ വൈദേഹിക്കില്ല. ഭൈരവന കേട്ടപ്പോൾ അവിടെ തലയിൽ തലോടി. ഇല്ല വൈദേഹി, നിന്നെ അത്തരം ഒരു ധർമ്മസങ്കടത്തിൽ ഞാൻ ഒരിക്കലും കൊണ്ടിടില്ല. പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം ശരിയാക്കാം. അത് കേട്ടപ്പോൾ വൈദേഹി ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. പക്ഷേ എന്നാലും ആ നേരത്തെ അവളുടെ ഉള്ളിൽ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതലുള്ള ബന്ധമാണ് താനും സിദ്ധുവും തമ്മിലുള്ളത്.
വെറുതെ ഒരു ഫോൺ കോളിലൂടെ പിണങ്ങി സംസാരിച്ചാൽ തീരാവുന്ന ഒന്നല്ലത്. തീർച്ചയായും സിദ്ധുവിന് ഒരു വട്ടമെങ്കിലും മുഖാമുഖം കാണേണ്ടി വരും. താൻ എന്തിനാണ് അവനിൽ നിന്ന് ഒഴിയുന്നതെന്ന് വ്യക്തമായ ഒരു കാരണം അവനെ ബോധിപ്പിക്കേണ്ടി വരും. അവന് മാത്രമല്ല, അച്ഛനൊഴിച്ചുള്ള ബാക്കി കുടുംബാംഗങ്ങളെയും ബോധിപ്പിക്കണം. അതിന് ശക്തമായ ഒരു കാരണം തന്നെ കണ്ടുപിടിക്കണം. വൈദേഹി എല്ലാവരുടെ എന്ത് കള്ളം പറയണമെന്ന് ആലോചിച്ചിരിപ്പായി. മേഘ രാവിലെ തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ധൃതി പിടിച്ച് ഓടുകയായിരുന്നു. രാവിലെ എഴുന്നേൽക്കാൻ തന്നെ അല്പസമയം വൈകിപ്പോയി. അപ്പോൾ തന്നെ വിചാരിച്ചാണ് ഇന്നെല്ലാം വൈകുമെന്ന്. അതുപോലെ തന്നെയായി. കറണ്ട് പോയി. കൃത്യസമയത്താണെങ്കിൽ ടാങ്കിലെ വെള്ളവും തീർന്നു. സാധാരണ താനാണ് ഓർമ്മ വെച്ച് വെള്ളമൊക്കെ ടാങ്കിൽ രാത്രി കൃത്യമായി അടിച്ചിടാറ്. ഇന്നലെ ജീവേട്ടം പോയ ആ ബഹളത്തിനിടയിൽ എല്ലാം മറന്നുപോയ പോലെയായി. അതിന് അമ്മയുടെ വായിൽ നിന്ന് വയറു നിറയോളം ചീത്തയും കേട്ടു. ജോലിയൊക്കെ നേരത്തെ തീർത്തിട്ട് വേണം തന്നെയും ജീവേട്ടനെയും ജാതകം നോക്കാൻ പോകേണ്ടതെന്ന് അമ്മ തലേന്ന് രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടുമുറ്റത്ത് തന്നെ കിണറുണ്ട്. വേനൽക്കാലമായതിനാൽ കിണറ്റിൽ വെള്ളം കുറവാണ്. മൂന്നാൾക്കും കുളിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള വെള്ളം കോരി വന്നപ്പോഴേക്കും ആകെ നേരം വൈകിപ്പോയിരുന്നു. പിന്നെ രാവിലെ കഴിക്കാനുള്ള ഉച്ചയ്ക്ക് കഴിക്കാനുള്ളൊക്കെ എടുത്തിട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു. അമ്മുവിനും അപ്പുവിനും കുറച്ച് വൈകിപ്പോയാലും മതി. ബസ് സ്റ്റോപ്പ് എത്താറായപ്പോഴാണ് പുറകിൽ നിന്ന് പരിചയമുള്ളൊരു ഹോണടി കേട്ടത്. വല്ലാതെ നെഞ്ചിടിച്ചു പോയി. ജീവേട്ടന്റെ വീട്ടിലെ കാർ. ഇപ്പോൾ ആ കാർ ഹോണടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ആരായിരിക്കും? മേഘയുടെ മുഖത്തൊരു പുഞ്ചിരി വിളർന്നു. കാർ അടുത്തെത്തിയപ്പോൾ തന്നെ ജിനിയുടെ കലവിലെ ശബ്ദമാണ് കേട്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മേഘേച്ചി ആയിരിക്കുന്നു. അപ്പൊ വലിയ വർത്താനം പറയാൻ വന്നിരിക്കുന്നു. ദേ ഇപ്പൊ കാണ്, മേഘേച്ചി മുന്നിൽ വന്ന് നിൽക്കുന്നു. കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ മേഘ കാറിനുള്ളിലേക്ക് നോക്കി. ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഡ്രൈവിംഗ് സീറ്റിൽ ജീവേട്ടൻ ഇരിപ്പുണ്ട്. ഗ്ലാസുകൾ കണ്ണുകളെ മറച്ചിരിക്കുന്നതിനാൽ നോട്ട് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.